5:30 രാവിലെ. ഞങ്ങളെല്ലാവരും റെഡിയായി അർബേനിയ വണ്ടിയിലിരിക്കുകയാണ്. 17 സീറ്റർ വണ്ടിയും കൊണ്ട് എൻ്റെ വെഡ്ഡിങ് ഷോപ്പിംഗ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ടിംഗ് ആണ്. എന്താണ് അമ്മയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഞങ്ങൾ തിരുനെൽവേലിയിലാണ് കേട്ടോ പോകുന്നത് സാരി എടുക്കാൻ. അതെ, നമ്മൾ തിരുനെൽവേലിയിലാണ് പോകുന്നത്. നമ്മുടെ ഇൻറ്റിമേറ്റ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളൊന്ന് പോയി ഷോപ്പിംഗ് മിനി ട്രിപ്പായിട്ട് പോവുകയാണ്. ഞങ്ങളുടെ പാർക്കുട്ടിയുടെ വെഡ്ഡിങ് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. പാതിരാത്രി ആവും തിരിച്ചെത്തും. ഇതാണ് എൻ്റെ ബ്രദർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുനെൽവേലി ആർഎംകെവിലാണ് കേട്ടോ സാരി എടുക്കാൻ പോകുന്നത്. ഞാനൊരു വെഡിങ് സീരീസ് വ്ളോഗ് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, എന്തിനാ നാട്ടിൽ നിന്ന് നേരെ തിരുനെൽവേലി പോകുന്ന സാരി എടുക്കാനായിട്ട്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കേരള ആൻഡ് തിരുനെൽവേലി സാരീസ്? സോ ഐ തോട്ട് ഓക്കെ, ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ കാഞ്ചീപുരം സിൽക്ക് സാരിയുടെ സോഴ്സ് എന്ന് തന്നെ കാഞ്ചീപുരമാണ്. തിരുനെൽവേലിയിലും ഇതുപോലെ ലോക്കലായിട്ട് സാരി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. സോ ഈ രണ്ട് സ്ഥലത്തു നിന്നാണ് നമ്മുടെ നാട്ടിലോട്ട് സാരീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും പ്രൈസ് കൂടുതലായിരിക്കും, നമ്പർ 1. നമ്പർ 2, ഡിസൈൻസ് ആൻഡ് ക്വാളിറ്റി നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ കാഞ്ചീപുരം അല്ലെങ്കിൽ തിരുനെൽവേലിയിൽ കിട്ടും. നമുക്ക് കാഞ്ചീപുരം പോകാൻ ഒത്തിരി ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പം ഒരു 2 to 3 days എങ്കിലും വേണം നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് സാരിയൊക്കെ എടുത്തിട്ട് വരാൻ. അത്രയും ലോങ് ട്രാവലാണ്, അത്രയും സമയം എടുക്കും. ബട്ട് തിരുനെൽവേലി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി നമുക്ക് എത്തും. സ്റ്റേയുടെ ആവശ്യമില്ല, ഒറ്റ പോക്കിന് നമുക്ക് കാര്യം തീർത്തിട്ട് വരാം. സോ ദാറ്റ്സ് വൈ വി ചോസ് തിരുനെൽവേലി. എൻ്റെ കസിൻ്റെ കല്യാണത്തിന് നമ്മൾ തിരുനെൽവേലി ചെന്ന് തന്നെ സാരി എടുത്തത്. അപ്പോഴും നമ്മൾ ഇതേ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ആ ഒരു റൂട്ടിൽ പോകുമ്പം കുറേ നല്ല ഹോട്ടൽസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ഹോട്ടൽ മാത്രമേ അവിടെ അത്യാവശ്യം നല്ലതുള്ളൂ. രാവിലെ തിരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിൽ പോകാനൊക്കെ ബ്രേക്ക് എടുക്കുമല്ലോ. സോ അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉള്ള ഒരു സ്ഥലമാണ്. സോ ഇറ്റ്സ് എ ഡീസൻറ്റ് പ്ലേസ് ടു ഹാവ് ഫുഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. വി ലെഫ്റ്റ് അറ്റ് 5:30. ഒരു 5:36 ആകുമ്പോൾ നിങ്ങൾ ഇറങ്ങുക. ബിക്കോസ് എന്നാലേ നിങ്ങൾ കട തുറക്കുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ എത്തത്തുള്ളൂ. നമ്മളൊരു 15-20 minutes മുന്നേ എത്തി. സോ നമുക്ക് ഒട്ടും തിരക്കില്ലാതെ സമാധാനമായിട്ട് സാരിയൊക്കെ നോക്കാൻ പറ്റി. ഞങ്ങൾ സൺഡേ പോയത്. സാറ്റർഡേ അപ്പാരൻ്റ്ലി സാരി എടുക്കാൻ നല്ല ദിവസം അല്ലാത്തതുകൊണ്ട് അവിടെ തിരക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സാറ്റർഡേ പോകുന്നതായിരിക്കും ബെസ്റ്റ്. അല്ലെ നിങ്ങൾ സൺഡേ ആണ് പോകുന്നതെങ്കിൽ ദയവ് ചെയ്ത് കട തുറക്കുന്ന സമയം തൊട്ട് ടിൽ 11 AM വരെ ആ സമയത്ത് പോകാൻ നോക്കുക. ബിക്കോസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 തൊട്ട് 1:30 വരെ ഭയങ്കര ഇടിയാണ് അവിടെ. ലിറ്ററലി പീപ്പിൾ വിൽ പുഷ് യു. അത്രയ്ക്ക് തിരക്കാണ് അവിടെ. സക്സസ്ഫുള്ളി നമ്മൾ തിരുനെൽവേലിയിൽ എത്തിയിരിക്കുകയാണ്. RMKV. നമ്മൾ ഒരു 10 minutes നേരത്തെ വന്നു. 15 minutes നേരത്തെ നമ്മൾ വന്നിട്ട് നമ്മളെത്തി. ഇതെൻ്റെ കസിൻ കാവേരി. എല്ലാ കസിൻസും പിള്ളേരെല്ലാം ഭർത്താക്കന്മാരുടെ ഏൽപ്പിച്ചിട്ടാണ് സാരി എടുക്കുന്നത്. തിരുനെൽവേലിയിൽ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത് മെയിനായിട്ട്. നല്ലി സിൽക്സ്, RMKV ആൻഡ് ചെന്നൈ സിൽക്സ്. വി ചോസ് RMKV ബിക്കോസ് കുറച്ചും കൂടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ കളക്ഷൻ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് നന്നായിട്ട് തോന്നിയത് RMKV ആണ്. റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ചെന്നൈ സിൽക്സ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ദാറ്റ്. നല്ല സാരീസ് നല്ല പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് അമ്മ ഒരു പ്രാവശ്യം പോയി കുറച്ച് സാരീസ് മേടിച്ചായിരുന്നു. ആൻഡ് ദെൻ ഒബ്വിയസ്ലി വി ബോട്ട് എ ലോട്ട് ഓഫ് അതർ സാരീസ് ഓൾസോ ഫ്രം RMKV ടു ഗിഫ്റ്റ് ടു അവർ റിലേറ്റീവ്സ്. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ലി സിൽക്സ് ആണ്. അവിടെ നല്ല കളക്ഷൻ ഉണ്ട്, പക്ഷെ അവിടുത്തെ പ്രൈസ് റേഞ്ച് ഒത്തിരി മുകളിലാണ്. ഇപ്പം ഐ ഹവ് ഹേർഡ് ദാറ്റ് ഇറ്റ്സ് അബവ് 80K ഓർ ഈവൻ 1 lakh above. സോ നിങ്ങളുടെ ബഡ്ജറ്റ് ആ പ്രൈസ് റേഞ്ച് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് ക്യാൻ ചെക്ക് ഔട്ട് നല്ലി സിൽക്സ്. ഞങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു 50 to 60 ആയിരുന്നു ഫോർ മൈ വെഡിങ് സാരി. അപ്പം RMKVയിൽ നമുക്ക് ആ ഒരു റേഞ്ചിന് അടിപൊളി സാരീസ് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അവിടെ ഉടുപ്പിച്ച് തരുന്ന ചേച്ചിമാരും അങ്കിൾമാരും ചേട്ടന്മാരും അവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഈ ചേച്ചിയുടെ നല്ല കമ്പനിയായി. എനിവേ, സോ അവിടെ നിന്ന് ഞാൻ കുറേ സാരിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഐ ഫൈനലൈസ്ഡ് മൈ സാരി. ഒബ്വിയസ്ലി ഞാൻ അതിവിടെ കാണിക്കുന്നില്ല, ബട്ട് നമ്മളൊരു വിതിൻ 1.5 hours തന്നെ നമ്മൾ സാരി ഫൈനലൈസ് ചെയ്തു. നിങ്ങൾ പോകുമ്പം ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് പോവുകയാണ്, എസ്പെഷ്യലി ഒരു പ്രൈസ് റേഞ്ചും കളർ തീമും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ സാരി ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ട്രൈ ചെയ്ത സാരികളൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ക്വാളിറ്റിയിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പല പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാരീസ്, പല പല ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സും ഞാൻ ട്രൈ ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ യെല്ലോ ഗോൾഡ് വരുന്ന സാരി വേണം, ആൻറ്റി ഗോൾഡ് വരുന്ന സാരി വേണം, വിൻറ്റേജ് സ്റ്റൈൽ വേണം, യുണീക്ക് സ്റ്റൈൽ, ട്രെൻഡി സ്റ്റൈൽ, അങ്ങനെ എന്തൊക്കെ ടൈപ്പ് ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എൻ്റെ സാരി എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻ്റെ അമ്മ, വല്യമ്മ, കുഞ്ഞാച്ചിറ്റ ആൻഡ് മൈ കസിൻസ് ഇവർക്കുള്ള സാരി നോക്കി. ഒരു 18 to 25 അല്ലെങ്കിൽ 30 റേഞ്ചിൽ വരുന്ന സാരീസ് എന്ന് പറയുന്ന കളക്ഷൻ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. ഇതുപോലെ വെഡിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല കളക്ഷൻ ഉണ്ട് അതിന് സാരീസ്. ആ റേഞ്ചിലും ബ്രൈഡൽ സാരീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സാരി എനിക്ക്
ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കളർ, എനിക്ക് നല്ല ചേരുന്ന കളറായിട്ട് എനിക്ക് തോന്നി. ഇവർക്കൊക്കെ നമ്മൾ നോക്കി വന്ന ഒരു കളർ ആണ്, പക്ഷെ ഇവിടെ ആ കളറിൻ്റെ പല പല ഷെയ്ഡ്സോ അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് സാരീസ് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വേറൊരു കളറിലോട്ടാണ് നമ്മൾ മാറിയത് അവസാനം. നമ്മളൊരു 9:30 തൊട്ട് ഐ തിങ്ക് ഒരു 1:30-2 മണി വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സാരി എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റൗണ്ട് 2 പോയി. നമ്മൾ സക്സസ്ഫുള്ളി എൻ്റെ സാരി എടുത്തു, ഓൾമോസ്റ്റ് എല്ലാവരുടെ സാരി എടുത്തു. നമ്മൾ കൊടുക്കാനുള്ള കുറച്ച് സാരികളാണ് ബാക്കിയുള്ളത്. പിന്നെ അമ്മ, വല്യമ്മ, കുഞ്ഞാച്ചിട്ട് ഇവർക്കൊക്കെ റിസപ്ഷനും അവരുടെ റിസപ്ഷൻ, ഞങ്ങളുടെ റിസപ്ഷനൊക്കെ കൊടുക്കാനുള്ള ഡിസൈനർ ടൈപ്പ് സാരീസ്, അല്ലെങ്കിൽ വേറെ അഗൈൻ കാഞ്ചീപുരം സാരീസ്, അതുമൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. നല്ല ഡിസൈൻസ് ഉണ്ട് അവിടെ നിന്ന്. കുറേ വെറൈറ്റി സാരീസ് നമ്മൾ എടുത്തു. എന്താണ് വെഡിങ് ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളിയാണ്, ബോറിംഗ് പോണം. അതങ്ങനെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇതുവരെ തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ആരംകിയുടെ കടയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ആഹാരം എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. അവിടെ നിങ്ങൾക്ക് ചായ, കടി ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വൈകിട്ട്. ഇത് ആരംകിയുടെ തന്നെയാണെന്ന് തോന്നുന്നു. ഹാഫ് ഓഫ് ദ ഷോപ്പിംഗ് ദാറ്റ് വി ഡിഡ്. ഇറ്റ്സ് 7:45. Still we are at it. Yeah. ഒരു 8:30 ഒക്കെ ആയപ്പോൾ നമ്മളെല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഷർട്ടും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും ഞാൻ വ്ളോഗ് എടുത്തില്ല. പിന്നെ ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാരി എടുത്തു കഴിഞ്ഞാൽ നേരെ പോയി ബില്ലിടുക, പേയ്മെൻറ്റ് ചെയ്യുക, ബില്ല് അവർ തരും. അവരവിടെ കുഞ്ചലം കിട്ടാനും അതിനെതിരൊക്കെ അവർ എടുത്തുകൊണ്ട് പോകും. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഡു ദാറ്റ് ഫസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് പാക്ക് ചെയ്ത് ഇറങ്ങേണ്ട സമയം വരത്തുള്ളൂ. പിന്നെ ആരംകിയുടെ ഹോസ്പിറ്റാലിറ്റി പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ തന്നെയായിരുന്നു. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം? നമ്മൾ ആരംകേവിൽ നിന്നാണ് ഷോപ്പ് ചെയ്തത്. നമ്മൾ വിചാരിച്ച് കുറേ കളർ തീമൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ച് ഡിസ്കസ് ചെയ്തൊക്കെ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ വേറൊരു കളറിലോട്ട് പോയി. നമ്മൾ എടുക്കൂല എന്ന് വിചാരിച്ചൊരു കളറായിരുന്നു, പക്ഷേ എടുത്ത് വന്നപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊള്ളാം. പാറക്കുട്ടിയുടെ സാരി നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ഇത് പുതിയ അത് സക്സസ്ഫുൾ ഷോപ്പിംഗ് ഡേ. 11 ബാഗുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. വണ്ടി വന്നപ്പോ ഫുള്ളായിരുന്നു, ഇപ്പൊ പകുതി ആളുകൾ അവരെ എടുത്തുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ കൊച്ചന്മാർക്കും പിള്ളേർക്കും ഒക്കെ കുറച്ച് ബോറടിക്കുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യണമെങ്കിലും അങ്ങനെയൊക്കെ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്തായിരുന്നു. തൊട്ടടുത്ത് തന്നെ നല്ലൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിലും അത് ഓപ്ഷൻ നോക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഡിന്നർ എല്ലാം കഴിച്ചു. സാരി എടുപ്പ് ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അച്ഛനും അനിയനും മാത്രം ഷർട്ട് കിട്ടിയില്ല. കുറച്ച് പേർക്ക് ഷർട്ട് കിട്ടിയില്ല, പക്ഷെ നമുക്ക് അവിടെ ചെന്നിട്ട് വാങ്ങിക്കാം എന്നുള്ളതുകൊണ്ട്. ബട്ട് സാരിയൊക്കെ എല്ലാം എടുത്തു. നമ്മൾ 5:30 വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. ഇപ്പോൾ സമയം 9:45. ഇപ്പോഴും നമ്മൾ ടെക്നിക്കലി തമിഴ്നാട്ടിൽ തന്നെയാണ്, തിരുനെൽവേലിയിൽ തന്നെയാണ്. ജസ്റ്റ് ഡിന്നറൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പതുക്കെ വണ്ടിയിൽ കയറി നേരെ വീട്ടിലോട്ടുള്ളൂ. ഒരു 12-1 മണിയാകുമ്പോൾ എത്തും എന്നുള്ളതാണ് ഉദ്ദേശം. എന്തായാലും കാര്യമായിട്ട് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പെൻഡിങ് ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്നത് ബാക്കി ഇവൻറ്റ്സിന് എനിക്കിടാനുള്ള എല്ലാം. എൻ്റെ കല്യാണ സാരി മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാരി, സെറ്റ് സാരി, പിന്നെ ബാക്കി ഇവൻറ്റ്സിന് ഇടാനുള്ള അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് എല്ലാം പെൻഡിങ് ആണ്. കസിൻസിൻ്റെ, അമ്മയുടെ, വല്യമ്മയുടെ 3 ഇവൻറ്റിന് ഇടാനുള്ള ഔട്ട്ഫിറ്റ്സ്. ഇനി അവർക്ക് ഹൽദിക്ക് മാത്രമേ ഔട്ട്ഫിറ്റ് ബാക്കിയുള്ളൂ. സോ യാ, ഓൾമോസ്റ്റ് ഒരു ഐ വുഡ് സേ 50% ഓഫ് ഔട്ട്ഫിറ്റ് ഷോപ്പിംഗ് ഇസ് ഡൺ. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 2-2:30 ആയി. ഇതായിരുന്നു എൻ്റെ വെഡിങ് സാരി ഷോപ്പിംഗ് വ്ളോഗ്. ഇനിയും കുറേ വ്ളോഗ്സും ഷോപ്പിംഗും ഒക്കെ വരാനുണ്ട്. കുറേ വെഡിങ് കോണ്ടന്റ് വരും. സോ സ്റ്റേ ട്യൂൺ ഫോർ ഓൾ ഓഫ് ദാറ്റ്. ബൈ ബൈ.